കേരള ഗൈഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് കോഴിക്കോട് സ്റ്റേഡിയം പുതിയ റോഡിലുള്ള സ്കൈഫൈവ് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ വിശേഷങ്ങളാണ്. കണ്ടിട്ട് വരാം. നമസ്കാരം. കേരള ഗൈഡിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് സ്റ്റേഡിയം പുതിയ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്കൈഫൈവ് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിലാണ്. അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അവിടുത്തെ ഡയറക്ടേഴ്സിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. സ്കൈഫൈവ് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ MD പ്രീത ജോസ് നമ്മളോടൊപ്പം ഉണ്ട്. മാം, ലൈവ് TV കേരളയുടെ കേരള ഗൈഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങളുടെ ഈ സ്ഥാപനം സ്കൈഫൈവ് കോളേജ് ഓഫ് ഏവിയേഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് തന്നെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണെന്ന് കേട്ടു. ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനുണ്ടായ മോട്ടീവ് ഉണ്ട്? ആക്ച്വലി നമ്മുടെ ഡയറക്ടേഴ്സായിട്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഏവിയേഷൻ സെക്ടറിലും അല്ലെങ്കിൽ മാനേജ്മെന്റ് സെക്ടറിലും കുറെ വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ടീച്ചിങ് എക്സ്പീരിയൻസും ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കറിയാം ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടത് എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഇൻഡസ്ട്രിക്ക് വേണ്ട ഡിമാൻഡിലേക്ക് ഉള്ള കുട്ടികൾ ഈ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമ്മുടെ സെഗ്മെന്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതിലേക്ക് ഈ കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ഇവർ തന്നെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ളത് നമുക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവർക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിലും എല്ലാ സർട്ടിഫിക്കേഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടും കൊടുക്കാൻ നമുക്ക് പറ്റാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഒരു പ്രോഫിറ്റ് മോട്ടീവായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല, ശരിക്കും അതൊരു സർവീസ് മോട്ടീവായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനമാണ്. എത്ര വർഷമായി ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്? നമ്മളിപ്പോ 5 to 6 years ആയിട്ടുണ്ട്. നമുക്കിപ്പോ കാലിക്കറ്റും കോട്ടക്കിലുമാണ് ബ്രാഞ്ചസ് ഉള്ളത്. നമ്മൾ ഓൾ കേരള പ്രസൻസിലേക്ക് വളരണമെന്ന് ആണ് നമ്മുടെ ഒരു വിഷൻ ഉള്ളത്. നമ്മൾ അതിലേക്ക് നമ്മളിപ്പോൾ നോക്കുന്നത്, നമ്മൾ ആദ്യം മലബാർ ഏരിയയിൽ നമ്മുടെ പ്രസൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ മലബാറിൽ തന്നെ 1-2 സ്ഥലത്തായിട്ട് നമ്മൾ പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാനും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, മാറ്റങ്ങൾ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാൻ അത്ര അറിയില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് നല്ല കോൺഫിഡന്റ് ഉണ്ട് സംസാരിക്കാൻ. നമുക്ക് ഗ്രൂമിംഗ് പാർട്ടായാലും നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഒക്കെ റെഡി ആയിട്ടുള്ളത്. ഈ ക്യാമ്പസ് അറ്റ്മോസ്ഫിയറിനെ പറ്റിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല അറ്റ്മോസ്ഫിയർ ആണ്, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ക്യാമ്പസിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ടീച്ചേഴ്സ് ഒക്കെ വളരെ ഫ്രണ്ട്ലി ആണ്. ബാക്കി കോളേജസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കോളേജ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓണം, വിഷു, കോളേജ് ടൂർ എന്നിവയ്ക്ക് പുറമെ എല്ലാവിധ ഇന്റർനാഷണൽ ഡേയ്സ് നമ്മളിവിടെ ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഏവിയേഷനെ പറ്റിയാണെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, പക്ഷെ കുറെ കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി ഏവിയേഷനെ. സ്കൈഫൈവ് കോളേജിന്റെ ഡയറക്ടർ ഓപ്പറേഷൻസ് രേഖ രഘുനാഥ് നമ്മളോടൊപ്പം ഉണ്ട്. മാമിനോട് നമുക്ക് ചോദിക്കാം. മാം, എന്തൊക്കെ കോഴ്സുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്? നമുക്കൊരു +2 കഴിഞ്ഞ സ്റ്റുഡൻസിനാണെങ്കിൽ നമ്മൾ BBA വിത്ത് ഏവിയേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് ഇന്റർനാഷണൽ നാഷണൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ അവർക്ക് നമുക്ക് 1 year ഡിപ്ലോമ ഓപ്ഷനും ഉണ്ട്, 6 months ഡിപ്ലോമ ഓപ്ഷനും ഉണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ നമുക്കറിയാം ഒരു ജോലിക്ക് വേണ്ടത് സർട്ടിഫിക്കറ്റ്സ് മാത്രമല്ല, കുറച്ച് സ്കിൽസ് ഉണ്ട്. സ്പെഷ്യലി ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട ഗ്രൂമിംഗ്, പേഴ്സണാലിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം നമ്മൾ തുടക്കം മുതൽ അവരുടെ ഒരു പാസ് ഔട്ട് ആവുന്നവരെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി കോൺഫിഡൻറ്റ് ലെവലോട് കൂടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ കോഴ്സിന്റെ പാറ്റേൺസ് എല്ലാം പോകുന്നത്. നിങ്ങൾ ഇവിടെ ഏത് കോഴ്സാണ് ചെയ്യുന്നത്? ഞങ്ങളിവിടെ BBA വിത്ത് ഏവിയേഷൻ ആണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോരാതെ തന്നെ എയർപോർട്ടിൽ വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഗ്രാജുവേറ്റ് കഴിഞ്ഞ് വന്നൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അവിടെ വന്നതിന് ശേഷമാണ് നമുക്കിപ്പോൾ ഒരു എയർപോർട്ടിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഐഡിയ, എന്തൊക്കെയാണ് അവിടെയുള്ള ജോബുകൾ, അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. അതുപോലെ തന്നെ
നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കേണ്ട രീതികൾക്കും ആറ്റിറ്റ്യൂഡിനും കാര്യങ്ങൾക്കൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ നോർമലായിട്ട് കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന പോലെയല്ല ഒരാൾ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കേണ്ടതും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ വന്നതിന് ശേഷമാണ് മേക്കപ്പ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ വന്നതിന് ശേഷം പഠിക്കുന്നത്. നല്ല വ്യത്യാസമുണ്ട്. ആറ്റിറ്റ്യൂഡ് ആയാലും കോൺഫിഡൻസിന്റെ ലെവലായാലും എല്ലാം നല്ല ഡിഫറൻസ് ഉണ്ട്. സ്കൈഫൈ കോളേജിന്റെ HR and സെയിൽസ് ഡയറക്ടർ ആരതി രാജ് നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് മാമിനോട് ചോദിക്കാം, ഈ ഒരു ഏവിയേഷൻ സെക്ടറിലെ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പൊ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ പുറത്തറിയാത്ത തന്നെ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഈ ഒരു ഇൻഡസ്ട്രീനകത്ത് വരുന്നുണ്ട്. സ്കൈഫൈ അതിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഇത് കോഴ്സ് പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് നമ്മൾ ഏവിയേഷൻ എന്ന് പറയുമ്പോൾ എയർപോർട്ട് ആൻഡ് എയർലൈൻ ഇൻഡസ്ട്രിയിലെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇതിനകത്ത് വരുന്നുണ്ട്. എയർപോർട്ടിന്റെ അകത്ത് നമുക്ക് പാസഞ്ചർ ഹാൻഡ്ലിംഗ് വരുന്നുണ്ട്, റാം സർവീസസ് വരുന്നുണ്ട്, സെക്യൂരിറ്റി വരുന്നുണ്ട്, കാർഗോ വരുന്നുണ്ട്. അതേപോലെ തന്നെ എയർലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാബിൻ ക്രൂ ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ക്യാബിൻ ക്രൂ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ. ഇവിടുത്തെ പ്ലേസ്മെന്റിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഓക്കെ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാമ്പസ് ഇന്റർവ്യൂ നടക്കാറുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളുടെ സീനിയേഴ്സിന് നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട് തന്നെ. അതിൽ കുറെ പേര് കാലിക്കറ്റിൽ പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്, കുറെ പേര് ബാംഗ്ലൂര്, ഗോവ അവിടെയൊക്കെ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കോളേജിൽ ഒരു ഡെഡിക്കേറ്റഡ് പ്ലേസ്മെന്റ് സപ്പോർട്ട് ടീമുണ്ട്. അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ മോക്ക് ക്ലാസ്സസും അത് കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇന്റർവ്യൂവിലേക്ക് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ കോൺഫിഡൻസ് ലെവൽ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്തുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ്? ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു എയർപോർട്ട് ജോബിലോട്ടേക്ക് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മുടെ കോളേജിൽ നമുക്ക് തരുന്നത്.